കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാൻ വിചാരിച്ചത്, ഞാൻ ആഗ്രഹിച്ചത്, അങ്ങനെ എല്ലാം എനിക്ക് നിറവേറി കിട്ടും. മാണിക്യം എടുത്തുകൊണ്ടുവന്ന് എന്റെ കയ്യിലേക്ക് തരൂ. ഡോക്ടറിന് പോലും രക്ഷിക്കാൻ പറ്റാത്ത എന്റെ അമ്മയെ ആ മാണിക്യമാണ് രക്ഷിച്ചത്. അത്രയും അത്ഭുത ശക്തികളുള്ള ആ മാണിക്യം ഞാൻ സ്വന്തമാക്കുമെന്ന് വിചാരിച്ചപ്പോ അതെന്തിനാ ഇവര് ചോദിക്കുന്നേ? ആ മാണിക്യം എങ്ങാനും എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഇവരുടെ ഒരു സഹായവും ഇല്ലാതെ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഞാൻ എപ്പോഴേ നേടിയെടുത്തേനെ. അല്ല, നീ എന്തോ കാര്യമായിട്ട് ആലോചിക്കുകയാണല്ലോ. നിന്റെ സഹോദരൻ ആ നാഗമാണിക്യം എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് ആലോചിച്ചിരിക്കുകയാണ്. അതല്ലെങ്കിൽ പിന്നെ എന്റെ കയ്യിൽ അത് എന്തിനു തരണമെന്ന് ആലോചിക്കുകയാണ്. നിങ്ങൾ ചോദിക്കുന്ന നാഗമാണിക്യം ഞാൻ തന്നില്ലെങ്കിൽ എന്റെ പടം കത്തിച്ച് എന്നെ രക്ഷിച്ചതുപോലെ നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിലൊന്നും കാര്യമില്ല. ആ മാണിക്യം എന്റെ അനിയന്റെ കയ്യിൽ പോലും ഇല്ല. ഇപ്പോ അവന്റെ കയ്യിലില്ലെന്നോ? ജീവൻ പണയം വെച്ച് ആ മാണിക്യം എടുത്തുകൊണ്ടുവന്ന നിന്റെ സഹോദരൻ അത് എത്രത്തോളം സൂക്ഷിച്ചു വെക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആ മാണിക്യത്തിന്റെ മതിപ്പെന്താണ്, അതിന്റെ ശക്തി എന്താണ് എന്ന് നിന്റെ സഹോദരന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ആ മാണിക്യം അവൻ ജീവനേക്കാൾ കൂടുതലായി സംരക്ഷിക്കും. വിജയം നൽകുന്ന ആ നാഗമാണിക്യം എന്റെ കയ്യിൽ തരാൻ താല്പര്യമില്ലാതെ വീണ്ടും കള്ളം പറയുന്നു നീ. എനിക്ക് നിങ്ങളോട് കള്ളം പറയേണ്ട ഒരാവശ്യവും ഇല്ല. സത്യമായിട്ടും ആ മാണിക്യം എന്റെ അനിയന്റെ കയ്യിലില്ല. അപ്പൊ അതെവിടെയാണുള്ളത്? ഏത് സന്യാസിയാണോ ആ മാണിക്യം എടുത്തോണ്ട് വരാൻ പറഞ്ഞത്, ആ സന്യാസിയുടെ കയ്യിൽ തന്നെ ഇത് ഭദ്രമായി വെക്കാൻ പറഞ്ഞ് എന്റെ അനിയൻ കൊടുത്തു. അടുത്ത പൗർണമി നാളിൽ എന്റെ അമ്മയ്ക്ക് പൂജ ചെയ്യാൻ വേണ്ടി ആ സന്യാസി മാണിക്യമായിട്ട് തിരിച്ചു വരും. ആ സിദ്ധൻ എവിടെയാണുള്ളത്? അറിയില്ല. അതറിയണം. അറിഞ്ഞിരിക്കും. നിന്നെ വിശ്വസിക്കാമോ? 100% വിശ്വസിക്കാം. എനിഹൗ, ഒരുപാട് താങ്ക്സ്. ഇപ്പൊ നിങ്ങൾ എന്നെ സഹായിച്ചത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും നാളും ആ ആദ്യത്തിനെ പൂട്ടി വെച്ചിരുന്നത് ഞാനാണെന്ന് എല്ലാരും അറിഞ്ഞേനെ. എന്റെ അനിയനും ഭവാനിയും തമ്മിലുള്ള കല്യാണം നടക്കുന്നവരെങ്കിലും ആദ്യത്തിൽ ഞാൻ ആരാണെന്ന് അറിയാൻ പാടില്ല. അഥവാ അറിഞ്ഞു കഴിഞ്ഞാൽ ആ കല്യാണം നടക്കില്ല. പിന്നെ നമ്മൾ വിചാരിച്ചതൊന്നും നടക്കില്ല. കല്യാണത്തിന് ശേഷം ഞാൻ ആരാണെന്ന് അറിഞ്ഞാലും കുഴപ്പമില്ല. അതുകൊണ്ടാ ആദ്യത്തെ ഞാൻ ആരാണെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ ഈ നാട് വിട്ടു പോവാന്ന് ഞാൻ തീരുമാനിച്ചത്. ആ സന്യാസി എവിടെയുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് വന്ന് പറയാം. പോയിട്ട് വരാം. എത്രയും പെട്ടെന്ന് അതെവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് എന്നോട് വന്ന് പറയൂ. ഓ, ഹലോ ചേച്ചി, എവിടെയാ? ആരെ കാണാൻ വേണ്ടി എവിടെ വന്നെന്ന് പറയാൻ പറ്റാത്ത സ്ഥലത്താ നിൽക്കുന്നേ. ചേച്ചി, ഇവിടെ എല്ലാവരും ചേച്ചിക്ക് വേണ്ടി കാത്തിരിക്കുക. വേഗം വാ ചേച്ചി. അർജുൻ, ഞാൻ നിന്നെ ഫോൺ ചെയ്യാനിരിക്കായിരുന്നു. എനിക്ക് അർജന്റായിട്ടൊന്ന് സിറ്റി വരെ പോണം. സിറ്റിയിലോട്ടോ? എന്താ അർജന്റായിട്ട്? അതും ആരോടും പറയാതെ? ഓഫീസിൽ ഒരു അർജന്റായിട്ടുള്ള കാര്യമുണ്ട്. അത് പോവാതിരിക്കാൻ പറ്റില്ല. എന്റെയും ഭവാനിയുടെയും എൻഗേജ്മെന്റാ. എല്ലാവരും ഇവിടെ കല്യാണത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ചേച്ചി മാത്രം ഇല്ലായിരുന്നു എങ്ങനെയാ? അത്ര അർജന്റായിട്ടുള്ള ജോലിയാണെങ്കിൽ അത് മാനേജറെ വല്ല ഏൽപ്പിച്ചിട്ട് ചേച്ചിക്ക് ഇങ്ങോട്ട് വന്നൂടെ? പ്ലീസ് ചേച്ചി, ഒന്ന് വാ. അത് പറ്റില്ല അർജുൻ. ഞാൻ പോയേ പറ്റൂ. നീ ഒന്നും മനസ്സിലാക്ക അർജുൻ. മനസ്സിലാക്കാനും പറ്റില്ല, എന്നെ കൊണ്ട് തനിച്ചതൊന്നും ഹാൻഡിൽ ചെയ്യാനും പറ്റില്ല. ചേച്ചി ഇവിടെ ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വരാൻ നോക്ക്. ഓക്കെ? 2 ദിവസം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ആ ആദ്യത്തിന്റെ കണ്ണിൽ പെടാതെ രക്ഷപ്പെട്ടു. ഇപ്പോഴെങ്ങാനും ഞാൻ ചെന്ന് ചാടിക്കൊടുത്ത ഈ കല്യാണം തന്നെ ക്യാൻസൽ ആവും. എന്ത് ചെയ്യും?
നാട്ടിൽ എന്താണ് പോലീസ് വന്നെന്ന് ഞങ്ങൾ ചോദിച്ചു. പക്ഷേ നിങ്ങളുടെ അളിയന്റെ മോൻ ആദ്യത്തിന് വേണ്ടിട്ടാ വന്നത്. ഇത്രയും നാൾ നമ്മൾ വിചാരിച്ചു ആദ്യത്തിന് എവിടെ മരിച്ചു പോയെന്നാണ്. പക്ഷേ ഒരു പെണ്ണ് അയാളെ തട്ടിക്കൊണ്ടുപോയെന്നാണ് അറിഞ്ഞത്. ആദിത്യ സാർ പറയുന്ന അടയാളങ്ങളൊക്കെ വെച്ചിട്ട് ആ പെണ്ണിനെ കണ്ടുപിടിക്കാനായിട്ട് ഒരു വരപ്പുകാരനെ കൊണ്ടുവന്നു. ഭയങ്കര ക്യാമറ. രേഖാചിത്രം വരച്ചു കഴിഞ്ഞത് തിരിച്ചറിഞ്ഞ് അവളെ കണ്ടുപിടിച്ചിട്ട് പോലീസ് ഇപ്പൊ അവളെ കൊണ്ടുപോയി കാണും. എല്ലാരും ആ പടത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ പടം തീ പിടിച്ച് കത്തിപ്പോയി. അതെന്ത് അത്ഭുതമൊന്നും അറിയില്ല. ആ വരച്ച ആളുടെ കൈയും അപ്പം തന്നെ കത്തിപ്പോയി. രണ്ടാമതിനെ അയാൾക്ക് പടം വരയ്ക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അയാൾ പേടിച്ച് ഓടിക്കളഞ്ഞു. സാൻവിയെ കൊടുക്കാനായിട്ട് ഞാൻ പോലീസിനെ പറഞ്ഞു വിട്ടപ്പോ അതിങ്ങനെ മാറിപ്പോയി. ഈ കാര്യം പറയാനാണ് ഞാൻ വന്നത്. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. നിക്ക്, എനിക്ക് നിന്റെ ആവശ്യം ഇനിയും വേണ്ടി വരും. ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപടി ചെയ്യാൻ തയ്യാറായി നിന്നോ നീ? എന്ത് വേണേ ചെയ്യാം. ശരി എന്നാ. പടം കത്തിപ്പോയെന്നോ? പടം വരച്ചവന്റെ കൈയും കത്തിപ്പോയെന്നോ? അവളെ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ആ സാൻവി തന്നെയായിരിക്കും ആ പടം കത്തിച്ച് കളഞ്ഞത്. ഇത്തവണ നീ രക്ഷപ്പെട്ടു. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. അവളെ പോലീസിന് പിടിച്ചുകൊടുത്ത് ജയിലിൽ അടച്ചതിന് ശേഷം മാത്രമേ ഈ വീരഭദ്രൻ ഉറങ്ങത്തുള്ളൂ. നിന്നെ ഞാൻ വിടില്ലടി. ഒരു കാലത്തും ഞാൻ നിന്നെ വിടില്ല. അമ്മേ, അർജുനും ഭവാനിക്കും നമ്മൾ കല്യാണം തീരുമാനിച്ചിരിക്കല്ലേ. അതുകൊണ്ട് രണ്ടുപേരുടെയും ജാതകം നോക്കി നല്ല സമയം ഏതാണെന്ന് പറയാൻ ജോത്സ്യരോട് വരാൻ പറഞ്ഞു. അദ്ദേഹം നാളെ വരും. ആ, ഭവാനി, അടുത്തേക്ക് വാ മോളെ. എന്താ അപ്പച്ചി? നിന്റെ കല്യാണം കഴിയുമ്പോഴേ നീ അമ്മായി വീട്ടിലേക്ക് വരികയാണെന്നുള്ള വിചാരമൊന്നും വേണ്ട. സ്വന്തം അമ്മയുടെ അടുത്തേക്കാ വരുന്നതെന്ന് കരുതിയാ മതി. നിന്നെ എന്റെ മരുമകളായിട്ടല്ല, സ്വന്തം മകളായിട്ടാ ഞാൻ നോക്കുന്നേ. നിന്റെ ചേച്ചിയെ കാണുന്നില്ലല്ലോ. എവിടെ പോയതാ മോനെ? അറിയില്ലമ്മേ. അർജുൻ, ഇതാരാ? എന്താളി ആരാണെന്ന് ചോദിക്കുന്നേ? ഇതിന്റെ ചേച്ചിയാ. നിന്റെ ചേച്ചിയോ? ആ, ഓം നമ ശിവായ.
ഇതെന്ത് ഗെറ്റപ്പാ ചേച്ചി? ഇതൊക്കെ എന്താ? എന്താ ഒന്നും പറയാത്തത്? എന്തൊരു കോലം ഇത്! നീ എന്താ കുടുംബജീവിതം എടുത്തിട്ട് സന്യാസത്തിന് പോവാണോ? അല്ല ചേച്ചി, ഇത് എന്ത് ടൈപ്പ് വേഷമാ? മാത്രമല്ല കുങ്കുമവും മഞ്ഞളൊക്കെ തേച്ചിട്ട് ഏതെങ്കിലും ഫാഷൻ കോമ്പറ്റീഷന് പോയിട്ട് വരികയാണോ? മാരിയമ്മനെ പൂജിക്കുന്ന ഒരമ്മയെ ഞാനിന്ന് കണ്ടുമുട്ടി. എന്തിനാ മോളെ? എന്റെ അനിയന്റെയും ഭവാനിയുടെയും കല്യാണക്കാര്യം വരുമ്പോ ഒരുപാട് തടസ്സങ്ങൾ വരുന്നുണ്ട്. ആദ്യത്തിനെ കിഡ്നാപ്പ് ചെയ്തത് ആരാന്ന് അറിയുന്നതിന് മുന്നേ തന്നെ ആ പടം കത്തിപ്പോവുകയും ചെയ്തു. എന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ദിവ്യശക്തിയുള്ള ഒരു അമ്മയുടെ അടുത്തേക്ക് പോയതാ. അവർ എന്താ പറഞ്ഞ്? ദുഷ്ടശക്തികളുടെ വിളയാട്ടം കാരണമാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്നാണ് ആ അമ്മ പറഞ്ഞത്. ആ ദുഷ്ടശക്തികളെ അകറ്റാനായി എന്ത് പൂജ ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചു. അതിനെന്താ വേണ്ടത്? നിങ്ങളുടെ കല്യാണം കഴിയുന്നതുവരെ ഞാൻ ഭഗവാനെ പൂജിച്ച് വ്രതം അനുഷ്ഠിക്കണം. അങ്ങനെ ഞാൻ ചെയ്ത പ്രശ്നങ്ങളെല്ലാം തീരുമെന്നാ അവര് പറഞ്ഞത്. അതുകൊണ്ടാ ഞാൻ ഈ വ്രതം എടുക്കാൻ തീരുമാനിച്ചത്. വളരെ നല്ല കാര്യമാണ് മോളെ ചെയ്തത്. ഇങ്ങനെയുള്ള പ്രാർത്ഥനയും വിശ്വാസം ഉണ്ടേ നമ്മൾ വിചാരിച്ച എല്ലാ കാര്യങ്ങളും നടക്കും. എന്റെ അപ്പച്ചയുടെ മോളെ കാണുമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. വന്ന ഉടനെ ഡസ്റ്റ് അലർജി എന്ന് പറഞ്ഞിട്ട് മുഖം മൂടി വെച്ചു. ഇപ്പോഴാണെങ്കിൽ നോക്കേ, ഒരു സന്യാസിനിയുടെ ഗെറ്റപ്പിലായി. എന്റെ അപ്പച്ചിയുടെ മകളുടെ മുഖം കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. നീ എന്റെ ഒറിജിനൽ മുഖം കണ്ടു കഴിഞ്ഞാ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ ഞാൻ ഈ ഗെറ്റപ്പിൽ വന്നത്. നീ എന്റെ മുഖം കണ്ടില്ലെങ്കിൽ എന്താ ആദിത്യ? നമ്മൾ ഹാപ്പി ആയിട്ടല്ലേ സംസാരിക്കുന്നേ? ഓഹോ, മുഖം കാണാതെ സംസാരിച്ചാൽ മാത്രം മതിയോ? എന്റെ മുഖം കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് നഷ്ടമൊന്നും വരുന്നില്ലല്ലോ. എനിക്ക് നിങ്ങളെ കാണാൻ കഴിഞ്ഞതിലും നിങ്ങൾക്കൊന്നും സംഭവിക്കാതെ തിരിച്ചു വന്നതുകൊണ്ടും ഞാനിപ്പോ വളരെയധികം ഹാപ്പിയാണ്. ശരി ശരി മുത്തശ്ശി, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എന്തിനാ മോനെ? എന്നെ കിഡ്നാപ്പ് ചെയ്ത ആരാണെന്നൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട്. അതെ ഏട്ടാ, ആളെ കണ്ടുപിടിച്ചു കഴിഞ്ഞ പോലീസ് കേസിനൊന്നും പോണ്ട. അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി. അവള് ചെയ്ത തെറ്റുകൾക്ക് എന്താ ശിക്ഷയെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. അവളുടെ കൈയും കാലും കൂട്ടിക്കെട്ടി എന്റെ ഏട്ടനെ വേദനിപ്പിച്ചതുപോലെ അവളെയും എനിക്ക് വേദനിപ്പിക്കണം. അപ്പച്ചി, ഞാൻ പോയിട്ട് വരാം. അമ്മ പോയിട്ട് വരാം. പോയിട്ട് വരാം മുത്തശ്ശി. ആദിത്യ, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ അപ്പച്ചി? എടാ, കല്യാണത്തിന് മുഹൂർത്തം കുറിക്കുന്നതിന് വേണ്ടി നാളെ ജോത്സ്യൻ ഇങ്ങോട്ട് വരാന്നാ പറഞ്ഞേ. ആദ്യം ഇവരുടെ കല്യാണ കാര്യങ്ങൾ നടക്കട്ടെ, അത് കഴിഞ്ഞ് മറ്റു കാര്യങ്ങളും നോക്കാം. അതെ ഏട്ടാ, ബാക്കി പ്രശ്നങ്ങളെല്ലാം കല്യാണം കഴിഞ്ഞിട്ട് നോക്കാം. അതുവരെ ഏട്ടൻ സന്തോഷമായിട്ടിരിക്കെ. വേണ്ടാത്ത പ്രശ്നങ്ങളിലെല്ലാം പോയി തലയിട്ട് ടെൻഷൻ അടിക്കണ്ട. ശരി, ഇവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആ രാക്ഷസിയാണ് ഞാൻ കണ്ടുപിടിച്ചോളാം. ഈ വിവാഹം നടന്നതിന് ശേഷം നിങ്ങൾ എന്നെപ്പറ്റി അറിഞ്ഞാലും എനിക്ക് കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ആദിത്യ. ഞാൻ മല്ലിയുടെ ഹസ്ബൻഡിനെ തല്ലിയത് മല്ലി തെറ്റായിട്ടെടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മല്ലിയെ കണ്ട് നടന്ന കാര്യങ്ങൾ പറയണം.
പക്ഷെ അവൾ എവിടെയുണ്ടെന്ന് അറിയില്ലല്ലോ. നീയാ? ഞാൻ തന്നെ നിന്നെ കൊല്ലാനാ വന്നത്. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നിനക്ക് എങ്ങോട്ടും പോകാൻ കഴിയില്ല. ഞാൻ നിനക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. ആ മന്ത്രവാദിനെയാണ് നിന്നെ തടങ്കലിലാക്കിയത്. എനിക്കൊന്നും അറിഞ്ഞൂടാ. നീ ശരിക്കും ഒരു ക്രൂരനാണ്. ആ മന്ത്രവാദിനെ എന്നെ പിടിച്ചു വെച്ചത് നീ കാരണമാണെന്ന് എനിക്ക് അറിയില്ലെന്ന് വിചാരിച്ചോ നീ? അതിൽ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. ഞാനൊരു അന്യായം ചെയ്തിട്ടില്ല മല്ലി. ഞാൻ വന്നത് നിന്റെ ജീവൻ എടുക്കാനാ, അല്ലാതെ നിന്നോട് ക്ഷമിക്കാനല്ല. എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. ഞാൻ നിന്നെ വധിക്കുന്നതിന് മുൻപ് നീ എന്നോട് സത്യമെല്ലാം പറഞ്ഞിരിക്കണം. അതുകൊണ്ട് മാത്രമാണ് നീ ഇപ്പോ ജീവനോടെ ഇരിക്കുന്നത്. നീ ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ സഞ്ജീവ മാണിക്യം എവിടെയാണ് വച്ചിരിക്കുന്നത്? സഞ്ജീവ മാണിക്കോ എന്ന് വെച്ചാ എന്താ? ഞാൻ അങ്ങനെ ഒരു സാധനം ഒന്നും മോഷ്ടിച്ചിട്ടില്ല. സത്യമായിട്ട് ഞാൻ ആ ക്ഷേത്രത്തിൽ പോയിട്ടില്ല. ഞാൻ ആ മാണിക്യം എടുത്തിട്ടില്ല മല്ലി. നീ ആ ദുഷ്ടശക്തികളോടൊപ്പം ചേർന്ന് ഒരുപാട് തവണ ക്ഷേത്രത്തിൽ കയറാൻ ശ്രമിച്ചതൊക്കെ എനിക്ക് വളരെ നന്നായിട്ട് തന്നെ അറിയാം. ആ മാണിക്യത്തിന് വേണ്ടി നീ ആ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചു. തടയാനെത്തി എന്റെ പ്രഭുവിനെ വധിച്ചിട്ട് നീ അത് സ്വന്തമാക്കി. ആ മാണിക്യം എവിടെ? പനീന്ദ്രനെ ഞാനെന്തിനു കൊല്ലണം മല്ലി? ഞാനൊന്നും ചെയ്തിട്ടില്ല. കള്ളം പറയുന്നു. ആ ദുഷ്ടശക്തിയോടൊപ്പം ചേർന്ന് എന്റെ പ്രഭുവിനെ നീയാണ് ബന്ദിയാക്കിയത്. അതുകൊണ്ട് തന്നെ എന്റെ പ്രഭുവിന്റെ മരണത്തിന് കാരണവും നീ തന്നെയാണ്. ആ മാണിക്യം എവിടെയാണെന്ന് പറയാ. എന്റെ അമ്മയാണ് സത്യം. ഞാൻ ഇനി ചത്തുപോയാലും കുഴപ്പമില്ല. പനീന്ദ്രനെ ഞാൻ കൊന്നിട്ടില്ല. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആ മാണിക്യം സ്വന്തമാക്കി നിങ്ങൾ രണ്ടുപേരെ ബന്ദിയാക്കാൻ വേണ്ടി ആ മന്ത്രവാദിനി പദ്ധതി ഇട്ടെന്നുള്ള കാര്യം സത്യം തന്നെയാ. പക്ഷെ അതിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല മല്ലി. കള്ളം പറഞ്ഞ് ഇവിടുന്ന് രക്ഷപ്പെടാന്ന് നീ വിചാരിക്കണ്ട. എന്റെ പ്രഭുവിനെ വധിച്ച നിന്നെ സത്യം പറഞ്ഞാലും വധിക്കും, ഇല്ലെങ്കിലും വധിക്കും. രക്ഷപ്പെടാന്ന് നീ വിചാരിക്കണ്ട. ഒരു മിനിറ്റ് നിക്ക് ജയിലേ, ഞാൻ പറയാം. ആ മാണിക്യം ഉണ്ടല്ലോ, ആ മാണിക്യം അതാരെടുത്തെന്ന് എനിക്കറിയാം. നീ എന്നെ കൊല്ലൂലെന്നും എന്നെ കൊത്തൂലെന്നും പറഞ്ഞ ഞാനത് പറഞ്ഞു തരാം. നീ സത്യം പറഞ്ഞാൽ
നീ ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിച്ച് ഞാൻ നിന്നെ കൊല്ലാതെ വെറുതെ വിടാം. മാണിക്യം ആരാ എടുത്തത്? ആ മാണിക്യം എടുത്തോണ്ട് പോയതും പിന്നെ നിന്റെ പനീന്ദ്രനെ കൊന്നതും മറ്റാരുമല്ല, ആ അർജുനാണത്. അർജുനാണ് കൊണ്ടുപോയത് മല്ലി. അർജുനെ എനിക്ക് വളരെ വ്യക്തമായി അറിയാം. എല്ലാവരുടെയും ജീവൻ രക്ഷിക്കാനല്ലാതെ ഒരാളുടെയും ജീവൻ എടുക്കാൻ അർജുൻ തയ്യാറാവില്ല. ഭയത്തിൽ നീ വീണ്ടും എന്നോട് നുണ പറയുകയാണോ? നിന്നെ ഇപ്പൊ ഞാൻ വധിക്കും. ഇല്ല മല്ലി, ഞാൻ കള്ളം പറയുന്നതല്ല. ആ മാണിക്യം എടുത്തോണ്ട് പോയത് അർജുൻ തന്നെയാണ്. നീ ചെയ്ത തെറ്റെല്ലാം അർജുന്റെ മേൽ ചുമത്തി രക്ഷപ്പെടാന്ന് വിചാരിച്ചോ? നീ മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ? ഇല്ല മല്ലി, അർജുനാണ് ആ മാണിക്യം എടുത്തോണ്ട് പോയത്. അവൻ ആ മാണിക്യത്തിന് വേണ്ടി ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഞാൻ പറയുന്നത് വിശ്വാസം അല്ലെങ്കിൽ നീ ഇപ്പൊ തന്നെ പോയി അർജുനോട് ചോദിക്കുക. അപ്പൊ സത്യം എന്താണെന്ന് മനസ്സിലാവുമല്ലോ. നിന്റെ വാക്കിനെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കുമല്ലേ? നീ പറഞ്ഞത് സത്യമാണോ കള്ളമാണോ എന്ന് അറിയാനാ ഞാൻ പോകുന്നത്. ശരിക്കും നീ പറയുന്നതാണ് സത്യമെങ്കിൽ അർജുനെ ആ നിമിഷം ഞാൻ വധിച്ചിരിക്കും. ഇനി മറിച്ചാണെങ്കിൽ നീ ചാകാൻ തയ്യാറായിരുന്നോ? മല്ലി അർജുന്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞ ഉറപ്പായും അർജുൻ പാമ്പ് കൊത്തി രക്തം ഛർദ്ദിച്ച് ചാകും. ഓഹ് എന്റെ ദൈവമേ, എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു. ഇനി ചിലപ്പോ പനീന്ദ്രന് വലതും പറ്റിക്കാണോ? അർജുൻ, എന്താ വല്ലാതിരിക്കുന്നേ? ഓ, നമ്മുടെ കല്യാണത്തിനെ പറ്റി ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണോ? കല്യാണം കഴിഞ്ഞതിന് ശേഷം ആൺകുട്ടി വേണോ അതോ പെൺകുട്ടി വേണോ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണോ? എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് അർജുൻ? എന്താ ഡള്ളായിട്ട് നിൽക്കുന്നേ? ഒന്നുമില്ല. ഹോയ്,